ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് പീറ്റർ. ഞാൻ കോട്ടയംകാരനാണ്. ഞാനൊരു ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തിന് മേളിലായി. ഇതുവരെ ഒറ്റ വീഡിയോ പോലും ഇടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ റൂഫ് ചെയ്യാൻ പോകുന്നതിൻ്റെ നമ്മുടെ ചായം എടുക്കുന്ന ഒരു രീതി എങ്ങനെയെന്ന് ഞാൻ അതിൻ്റെ കാണിച്ചു തരാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, അതായത് പഴയ പണ്ട് മുതലേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെത്തേഡാണിത്. ഇതിന് അവിച്ചിൽ കണക്കാണെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 6 കളത്തിൻ്റെ ഒരു ചതുരമാണ്. 6 1 2 3 4 5 6 1 2 3 4 5 6 അങ്ങനെ 6 6ൻ്റെ ഒരു ചതുരമാണ് നമ്മളിതിന് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1.5 അங்குലം അവിച്ചിലാണെങ്കിൽ ഇവിടുന്ന് ഇതൊരങ്ങുലം, 2 അங்குലം, 3 അங்குലം, 4 അங்குലം, 5 അங்குലം, 6 അங்குലം, 6 അங்குലത്തിൻ്റെ ഒരു ചതുരക്കണക്ക്. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ 1.5 അங்குലം അവിച്ചിൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ സ്പോട്ടിൽ നിന്ന്, ഒന്നിൻ്റെ ഈ സ്പോട്ടിൽ നിന്ന് ഈ രണ്ടിൻ്റെ ഈ സെൻറ്റർ, അതായത് 1.5, ഇത് ഒന്നായിട്ട് 1 അங்குലമായിട്ട് കാണുമ്പോൾ 1/2 അங்குലമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനെ ഇത് 1 അங்குലം, ഇത് 1/2 അங்குലം, അങ്ങനെ 1.5 അங்குലം അവിച്ചിൽ. 1.5 അங்குലം അവിച്ചിലാകുമ്പോഴേക്കും ഈ കോണി, ഇതിപ്പോൾ 6 6 ചതുരമാണല്ലോ, അപ്പോൾ ഈ കോണിൽ നിന്ന് ഈ 1.5 നമ്മൾ കണക്കാക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോഴേക്കും അത് 1.5 അங்குലം അവിച്ചിൽ ആകും. 1.5 അங்குലം അവിച്ചിൽ എന്ന് പറയുമ്പോൾ 1.5 അங்குലം സ്ലോപ്പ്. അപ്പം ഈ 1.5 അங்குലം ഇവിടുന്ന് ഈ വാട്ടർ ലെവലിന് ഇവിടെ വരും. തറ എന്താണോ, തറ ആരംഭിക്കുന്നത് ഇവിടുന്നാണ്. അത് നമ്മുടെ വാർക്കയുടെ മേള് ടോപ്പ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ആരംഭിച്ച് ഇതാണ് നമ്മുടെ സ്ലോപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത്, സെൻറ്റർ ഹൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ 1.5 അங்குലം അവിച്ചിൽ. ഇനി 1 അங்குലം അവിച്ചിലാണെങ്കിൽ നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന്, ഈ 1 അங்குലത്തിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ 1 അங்குലം അവിച്ചിലാവും. അപ്പോൾ സ്ലോപ്പ് കൂടും. 1 അங்குലം ആകുമ്പോൾ സ്ലോപ്പ് കൂടും. അപ്പോൾ കൂടി വരുന്നത് ഇനിയിപ്പോൾ ഈ മൂലയിൽ നിന്ന് ഈ മൂല കൊടുക്കുമ്പോൾ, ഈ 1 അங்குലത്തിൻ്റെ ഈ മൂലയിൽ നിന്ന് ഈ മൂല കൊടുക്കുമ്പോൾ ശരിക്കും അത് തൻകൂർമ്മം എന്ന് പറയുന്നു. അപ്പോൾ സ്ലോപ്പ് കൂടും. അപ്പം തൻകൂർമ്മം കൊടുക്കുന്നത് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റായിട്ട് ഒരു വര കൊടുക്കുമ്പോൾ അത് തൻകൂർമ്മമായി. അപ്പം നമുക്ക് ഈ അളവ്, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ വാർക്കയുടെ വീതിയുടെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ സെൻറ്റർ, അതായത് ഇതൊരു 11 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അല്ല 11 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേർപകുതി 5.5. ഈ 5.5 തന്നെ ഇവിടെ ഹൈറ്റ് കിട്ടും. അതിനെയാണ് തൻകൂർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1.5 അங்குലമല്ല വേണ്ടത്, അത്രയും വേണ്ട, സ്ലോപ്പ് കുറവ് മതി. അപ്പോൾ 2 അங்குലം ഇട്ട്, 2 അங்குലം ഇവിടെ നിന്ന് ഇടും. അപ്പോൾ നമുക്ക് പിന്നെയും സ്ലോപ്പ് കുറയും. അപ്പോൾ ഇത് നമ്മൾ ഫ്ലോറായിട്ട് കണക്കാക്കിയിട്ട് സ്ലോപ്പ് പിന്നെയും കുറയും. അപ്പം നമ്മൾ 1 2 3 എന്ന് പറയുന്നത് 3 4 ഒക്കെ പോകുന്തോറും സ്ലോപ്പ് തീരെ കുറഞ്ഞു പോകും. അപ്പം സ്ലോപ്പ് ഏറ്റവും തൻകൂർമ്മമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വേണമെങ്കിൽ, അതായത് സെൻറ്ററിൻ്റെ അതേ ഹൈറ്റ് തന്നെ വേണമെങ്കിൽ അതിനെ തൻകൂർമ്മം എന്ന് പറയുന്നു. പിന്നെ 1 ഇഞ്ച്, ഒരു ഇഞ്ചും പോട്ടെ, 1 അங்குലം ഹൈറ്റ് എന്ന് പറയുമ്പോഴത് കുറച്ചുകൂടെ സ്ലോപ്പ് കുറയും. പിന്നെ 1.5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ വീടുകൾക്കൊക്കെ ചെയ്യുന്ന 1.5 അங்குലം ആവശ്യത്തിലാണ് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഹൈറ്റാണത്. അത് കണക്കാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഈ വരച്ചേക്കണത് നമ്മൾ കഴുക്കോലിൻ്റെ തുമ്പാണ്. കഴുക്കോലിൻ്റെ തുമ്പിനെ നമ്മൾ വെട്ടിയെടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഈ 1.5 അங்குലത്തിന് അവിച്ചിലിൻ്റെ അവിടുന്ന് അങ്ങോട്ട് വരച്ചെടുക്കുമ്പം ഇപ്പം 3 ഇഞ്ചിൻ്റെ കഴുക്കോലാണെങ്കിൽ, ഇപ്പോൾ പൈപ്പ് ഒക്കെ അങ്ങനെയാണല്ലോ, ഇഞ്ച് കണക്കാണല്ലോ. 3 ഇഞ്ചിൻ്റെ കണക്കാണെങ്കിൽ, പൈപ്പാണെങ്കിൽ, അത് ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം 3 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം 3 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പം ഈ കഴുക്കോലിൻ്റെ ഈ തുമ്പ് കിട്ടും. ഇത് നമ്മളൊരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ പലകയിലോ വെട്ടിയെടുക്കണം. ഈ തുമ്പ് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇത് പൈപ്പായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് വെക്കുമ്പോൾ ഈ തുമ്പ് കിട്ടും. ഇതെല്ലാം കറക്റ്റ് ഒരേപോലെ നമുക്ക് ആക്കിയെടുക്കാം. എല്ലാ കഴുക്കോലും ഒരേപോലെ ആക്കുമ്പോഴും വിധാനം കറക്റ്റായിട്ട് കിട്ടും. ഇതിന് വിധാനം എന്ന് പറയും, വിധാനം കറക്റ്റായിട്ട് കിട്ടും. ഈ കഴുക്കോലിൻ്റെ തുമ്പിൻ്റെ വിധാനം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് ഞാൻ കിടക്കാം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളിത് കാണണം.
വർക്ക് ചെയ്യുന്ന ഈ വർക്ക് എടുത്ത് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയൊരു പ്രയോജനമായിരിക്കും. കാരണം ഇപ്പോൾ ചിലർ ചെയ്യുന്നത് ഈ 3-1 ഒരു അത് നമുക്ക് അടുത്ത ചാനൽ അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്താണെന്ന്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കണക്കാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. പലരും വേറെ രീതിയിലൊക്കെ എടുക്കും. ഇപ്പോൾ അത് എഞ്ചിനീയർ കണക്കിലൊക്കെ വേറെ രീതിയിലാണ് വരുന്നത്. നേർപകുതിയുടെ ഇപ്പോൾ ഈ സ്ലോപ്പ് ഡിഗ്രി കണക്കാക്കിയാണ് അവർ ചെയ്യുന്നത്. ഡിഗ്രി കണക്കാക്കുമ്പോൾ ഇതിപ്പോൾ 90 ഡിഗ്രി അങ്ങനെ കണക്കാക്കി, അല്ലെങ്കിൽ 76.76 മതിയെങ്കിൽ 76 ഡിഗ്രി മതിയെങ്കിൽ പകുതി എടുത്തിട്ട് വീതിയുടെ പകുതി എടുത്തിട്ട് ഇൻറ്റു ചെയ്ത് 76 കൊണ്ടൊക്കെ ചെയ്യും. പിന്നെ ചിലരെടുക്കുന്നത് വീതി എടുത്തിട്ട് അതിൻ്റെ 1/3 എടുക്കും. അതൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു കണക്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്ലോപ്പ് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ചെറിയൊരു